കഴിച്ചവരെ മാറ്റി നിർത്തി ഒരു പന്നിക്കൂട്ടത്തെ തിരക്കിയില്ല. ഈ ദൈവസഭ വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിനകത്തൂടെ ഇത് പറഞ്ഞ ദൈവമക്കളെ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ തണുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ അകത്തളത്തിൽ ഒന്ന് കത്താൻ തുടങ്ങി കഴിയുമ്പോ ഇത് പകലിൽ അവൻ ചിലതിന്റെ മീത് നമ്മൾ ഇത് നടക്കാൻ പോവാ. അവൻ ചിലതിന്റെ മീത് ഇത് പകലിൽ അവൻ സ്വയം നമ്മളെ നടത്താൻ പോകുകയാ. ഇത് പകൽക്കാലം വചനം വിളിച്ചു പറയുന്നവർ വിശ്വാസത്താൽ കരയിൽ എന്ന പോലെ ചെങ്കടലിനകത്തൂടെ അവർ നടന്നു. അവൻ ചിലർ അത് ചെയ്യുവാൻ നോക്കിയിട്ട് അവൻ എന്തു പറ്റിയില്ല, അവൻ നടന്നില്ല. ചിലര് പക്ഷെ ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തെ ആരാധിക്കുന്ന അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ ദൈവത്തിന്റെ പൈതല ഇന്ന് പകല് ഹല്ലേലൂയ. അവൻ ചിലരുടെ കൂട്ടത്തിനകത്തല്ല, അവൻ ചിലരുടെ കൂട്ടത്തിനകത്തല്ല, അവൻ വിശ്വസിക്കുന്ന അവൻ ദൈവത്തിന്റെ മക്കള ഇന്ന് പകൽക്കാലം അവൻ ചിലത് ചെയ്യാൻ നോക്കാൻ പോവുകയാണ്. അവർ ചെങ്കടലിനകത്ത കരയിൽ എന്ന പോലെ നടക്കുകയാണ്. ചിന്തിച്ച് അസാധ്യമോ, നടക്കത്തില്ലെന്ന് പറയും. പക്ഷെ ഇന്ന് പകലിൽ സ്വർഗം പറയും നീ ചെയ്യാൻ നോക്കിയാൽ അത് സംഭവിക്കും. ഇന്ന് പകല് നീ ചെയ്യാൻ നോക്കിയാൽ അത് സംഭവിക്കും. ഇന്ന് പകലിൽ ചെങ്കടലിനകത്താണോ നീ ഉറങ്ങാത്തയാണോ, അതിനകത്തേക്ക് കാലുകൾ വെക്കാത്തയാണോ, ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു അതിനെ ഉറങ്ങിയ നിലമാക്കി നിങ്ങൾ നോക്കി ഒഴുക്ക് താഴോട്ട അല്ലേ. എപ്പോഴും വെള്ളത്തിന്റെ ഗതി നമ്മൾ ശ്രദ്ധിച്ച ഒഴുക്ക് താഴോട്ട. പക്ഷെങ്കിൽ അവൻ ഒരു വാക്കിന്റെ അകത്ത് ഈ ഒഴുക്ക് മേൽപോട്ട് ഒഴുകുകയാണ്. ചില ഒഴുക്കുകൾ ഇന്ന് പകരം പരിശുദ്ധാത്മാവിൽ അവനെ അടിവരയിട്ട് ദൈവസഭയുടെ അവൻ ചില ഒഴുക്കുകൾ അവൻ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ ഈ ഒഴുക്ക് അവൻ ഇതുവരെ കാണാത്ത ചിലതാ, നീ ഇതുവരെ കേൾക്കാത്ത ചിലതാ. ഇന്ന് 12-25 മുമ്പ് അവൻ സ്വർഗ്ഗം ഇതിനകത്ത് ചെയ്യാൻ പോകുകയാണ്. അവൻ സ്വർഗ്ഗം ചിലതാ, ഇതുവരെ കാണാത്തതാ, ഇന്ന് കണ്ണിന് കാണാത്തതാ, ഇന്ന് മകളെ സ്വർഗ്ഗം ചെയ്തെടുക്കാൻ പോകുകയാണ്. ചില ഒഴുക്കുകളുടെ സ്വർഗ്ഗം നേടാൻ പോകുകയാണ്. അവൻ ചില ചക്രങ്ങളിലെ സ്വർഗ്ഗം ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ഇതുവരെ കാണാത്ത ചിലതാണ്. ദൈവമാവനോട് ഇന്ന് പകരം ശക്തമായി ഇടപെട്ട് പറയുന്നു, ഇതുവരെ കാണാത്ത ചിലതാ, ഇതുവരെ രുചിക്കാത്ത ചിലതാ, ഇതുവരെ നിന്റെ കൈകൊണ്ട് പിടിക്കാത്ത ചിലതാ, ഇതുവരെ നിന്റെ സഭയ്ക്കകത്ത് വരാത്ത ചിലതാ. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് വാദിക്കുന്ന ചിലതാ, ലോകത്തിന്റെ ബന്ധനങ്ങളാ ഇന്ന് പകരം യേശുവിന്റെ നാമത്തിൽ അടിയപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിയപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിയപ്പെടുക, ഒഴുകുക, തീർത്ത് കളയുമെന്ന് പറഞ്ഞു. ദൈവമാവ് പറയുന്നു തീർത്തും കളയുമെന്ന് പറഞ്ഞു, ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞു, പിടിച്ചു കളയുമെന്ന് പറഞ്ഞു. താഴോട്ട് കുത്തിയൊലിക്കുന്ന ഒഴുക്ക ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ, ഒരൊറ്റ കൈയുടെ മുമ്പിൽ, ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ എല്ലാം ചിറപോലെ നിന്നത്. ഇന്ന് പകലിൽ അക്രൂര ഈ ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകലിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ കാണാത്ത ഒന്നാം എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത്, എന്റെ തലമുറയ്ക്കകത്ത്, ജോലിയോടുള്ള ബന്ധത്തിൽ, എന്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ, എന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് ദൈവം പുതിയ ഒന്ന് ചെയ്യാം.
ചെയ്യാൻ പോകുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവം ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടി അത് ഫറവോന്റെ മന്ത്രവാദ ശക്തികളെ വിഴുങ്ങിയ വടിയാണ്. അവനെ കാണിക്കുന്നു. മോശയെ നിന്റെ കയ്യിലിരിക്കുന്ന വടി എന്ന് പറയുന്നത് അത് ഫറവോന്റെ പാമ്പുകളെ വിഴുങ്ങിയതാ. അത് വെള്ളത്തെ രക്തമാക്കി തീർത്തതാ. അത്ഭുതങ്ങളെ ചെയ്തതാ. നിന്റെ കയ്യിലൊരു വടി നിന്റെ പകരെ സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്. ഇത് പകരം ചിലതിന്റെ കയ്യിൽ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു ആത്മപകർച്ചയുടെ ഒഴുക്ക എന്റെ പകലിൽ ഇവിടെ നടന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന വടി ഇതുവരെ നീ എടുത്തു നീട്ടിയിട്ടില്ല, എടുത്തുപയോഗിച്ചിട്ടില്ല. അവൻ ചെങ്കടലിനെ നോക്കി നിന്റെ വടി നീ എടുത്തിട്ടില്ല. പക്ഷെ ഇന്ന പകലിൽ നീ എടുക്കാൻ പോവാ. നീ ചെങ്കടലിനെ വീട്ടാൻ പോവാ. ചില പരമോന്യ ശക്തികൾ ശക്തമായ ദൈവസഭയോട് ഇടപെട്ട് പറയുകയാണ്. ചില പരമോന്യ ശക്തികൾ ഈ ചെങ്കടലിനകത്തുടയപ്പെട്ടു വീഴുന്നവർ ഇന്ന് പകരം ദൈവം അവനെ കാണിക്കുകയാണ്. ശക്തമായ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നാം ആരാ ഇന്ന് പകരം? നാം ആരാ എന്ന് ദൈവസഭ പറയാം. നമ്മൾ ഇന്ന് പകൽക്കാലം ആരാ? നമ്മൾ മക്കളാ. ആമേൻ. അല്ലയോ? നമ്മൾ മക്കളല്ലേ? നമ്മൾ ആരാ? ഉറപ്പാണോ? ഉറപ്പാണ്. കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ഇത് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകനാ. ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. കാരണം ഹല്ലേലൂയ, അവൻ ഖലാത്യയിലെ നമ്മൾ ഇങ്ങനെ വായിച്ചു, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒന്നുകൂടെ വാക്യം ചേർന്ന് പറഞ്ഞാട്ട്, അവകാശി ഒന്ന് പറഞ്ഞാട്ട്, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനെ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശിയോ? പക്ഷെ ഇപ്പൊ എവിടെയാണ്? മക്കളായി നമ്മുടെ കാലം. ഒരു മകനാണെങ്കിൽ അപ്പന്റെ സർവത്തിനും മകൻ അവകാശിയാണ്. ഒരു സ്വന്തം പറയാൻ എത്ര പേരുണ്ട്? അവൻ ഞാൻ മകനാണെങ്കിൽ എന്റെ അപ്പന്റെ സർവത്തിനും ഞാൻ അവകാശിയാണ്. അങ്ങനെ എന്റെ മകൻകാലം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ അപ്പാപിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന ഞാൻ നിങ്ങളുടെ മകൻകാലം ദൈവത്തിന്റെ പൈതലാണെങ്കിൽ എന്ന് പറഞ്ഞ ചിലരുടെ അവകാശം പറയാൻ ദൈവസഭ തയ്യാറാകുന്നുണ്ടോ? ദൈവസഭ തയ്യാറാണോ ഇന്ന് പകൽ ചിലതിന് അവകാശം പറയാം? ദൈവദാസൻ തയ്യാറാണോ ഇന്ന് പകലിന് ചിലതിന് അവകാശം പറയാം? ഇന്ന് പകൽക്കാല ദേശത്തെ അവകാശം പറയാൻ, കുടുംബങ്ങളെ അവകാശം പറയാൻ, കിട്ടി അടക്കപ്പെട്ടതിന് അവകാശം പറയാം. ഇന്ന് പകലിൽ രോഗസൗഖ്യം എന്റെ അവകാശമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവമാവ് തൊടാൻ പോവുക, ദൈവമാവിന്റെ പകലിൽ തൊടാൻ പോവുക. രോഗസൗഖ്യം എന്റെ അവകാശമാണ്, വാഗ്ദത്തം എന്റെ അവകാശമാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? വാഗ്ദത്തം കിടക്കുകയാ, നാളുകളായി കിടക്കുകയാ.
ഞാൻ മകനാണെന്നുള്ള ഒരു അത്യന്ത ഒരു ദർശനം ഇന്ന് പകലിൽ അകത്തോട്ടൊന്ന് കയറി. ഞാൻ മകനാണെങ്കിൽ രോഗസൗഖ്യം അവകാശമാണ്. ഇന്ന് പകലിൽ ചില രോഗികളുടെ വേഷം കൈവക്കാൻ പോകുക, ചില ബലഹീനരുടെ മേൽ ദൈവം കൈവക്കാൻ പോകുകയാണ്. ചില ഉദരത്തെ ഇന്ന് പകൽ സ്വന്തം അവകാശം പറയാൻ പോവുക, ചില ഉദര ഫലങ്ങളെ സ്വന്തം അവകാശം പറയാൻ പോവുക. അവകാശത്തെ കരുതുന്ന അവൻ ചില മേഖലകളെ ഇന്ന് പകലെ ദൈവസഭ ചില അവകാശം പറയാൻ പോവുക. കാരണം അപ്പ പിതാവെന്ന് വിളിക്കാനുള്ള ഒരു സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ ഇത് പകരം നമ്മുടെ അകത്തളത്തിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി ഒരു സ്വപുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ കർത്താവിനെ ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി. ഒരു സ്വന്തം പറയാൻ എത്ര പേരുണ്ടോ? ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ ലാസർ മരിച്ചവനായിരുന്നു, രക്തം വമിച്ചവനായിരുന്നു. മരിച്ച ലാസറിനെ അവൻ പുറത്തു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. പകരം ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്ന കാരണം എന്റെ അകത്തളത്തിനകത്ത് എന്റെ സ്വർഗമാക്കി വെച്ച ശക്തി എന്ന് പറയുന്നത് അത് വെറും ഒരു ശക്തിയല്ല. അവൻ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ നാവിൽ ഇരിക്കുന്ന അഭിമാനമെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് പകൽ ദൈവം പറയുന്നു ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ശക്തി. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമ്മൾ ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാസർ മരിച്ചു, നാറ്റം വമിച്ചു. 4 ദിവസമായി കല്ലുരുട്ടി വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് ആമേ ഹല്ലേലൂയ ആമേ പുറത്തു കൊണ്ടുവന്ന ആമേ ഹല്ലേലൂയ ഒരു അത്യന്ത ശക്തി ഇത് വളരെ ദൈവസഭ കലപ്പ ദൈവത്തിന്റെ കൃപ ആമേ ആമേശുകൊണ്ടിരിക്കുകയാണ്. അവനെ ശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തമ്പുരാൻ ചില മേഖലകൾ ഇന്ന് പകൽക്കാൽ തമ്പുരാൻ തുറന്നു കൊണ്ടുവരും. ചില നിർബന്ധത്താൽ പറഞ്ഞയക്കപ്പെട്ടത് ഇന്ന് പകൽ സ്വർണം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ചില ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ഉടയവൻ ഇറങ്ങി വരുന്നുണ്ട്. ആത്മാവ് ശക്തമായി ഇന്ന് പകലിൽ പ്രവചനാത്മാവ് ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നു. അവൻ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ഒരു വെളിപ്പാട് ദൈവം തരും. ഒരു ദേശത്തൊരു മനുഷ്യൻ അവന്റെ പാപ്പ ശവക്കല്ലറകൾ കണ്ടെത്തി. അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവന്റെ പ്രസംഗത്തിനകത്തെ ഒരു വെളിപ്പാട് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പാർപ്പ കല്ലറയ്ക്കകത്ത് അവൻ പല ചങ്ങലകൾ ഒരുമി പൊട്ടിച്ചുകൊണ്ട് മനുഷ്യർക്ക് പേടി സ്വപ്നമായി ആ വഴിക്കാരെയും നടത്തത്തില്ല. അവൻ ആ ദേശത്തുള്ള നന്മ അനുഭവിപ്പിക്കത്തില്ല. ഒരൊറ്റ വ്യക്തിയെ അതിനകത്തൂടെ നടത്തത്തില്ല. ആരെങ്കിലും അവനോട് സമാധാന വാക്കു പറയാൻ വന്നാൽ ആട്ടി ഓടിക്കുന്ന ചില മേഖലകൾ ഇന്ന് പകലെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തെ നോക്കി പ്രവചനാത്മാവിൽ പ്രവചിച്ചു പറയുന്നു. ഇങ്ങനെയുള്ള ചില മേഖലകൾ തകർപ്പില്ല. ഇന്ന് പകലെ എന്റെ സ്വന്തം ഇറങ്ങി വരുന്നതാ. നിങ്ങൾ നോക്കി അടിപ്പായിക്കുക.
പക്ഷെ യേശു ആ ദേശത്തേക്ക് കടന്നു. അവനെ വിടുവിക്കുന്ന ഒരു സന്ദർഭം. എന്റെ കാര്യമല്ലത്തോടെ അവൻ തരുന്നത് കൊണ്ട് ടച്ച് ചെയ്ത് പറഞ്ഞു. അവനെ വിടുവിച്ച് അവന് സൗഖ്യം വന്നു. അവന്റെ വിടുതൽ അനുഭവിച്ചവർ ആ ദേശത്തിലുള്ളവർ അവരോട് പറയുകയാണ്, ഈ ദേശം വിട്ടാണ് ദേശം വിട്ടാണ്. അവർക്ക് വിടുതലല്ല വേണ്ടതാ, അവർക്ക് വിടുതൽ ലഭിച്ചവനെ, അവൻ വേണ്ട വിടുതൽ കൊടുത്തവനെ വേണ്ട, അവർക്ക് വലുത് ഒരു പന്നിക്കൂട്ടണം. ദൈവസഭയെ വിവേചിച്ച് പകരം പറയുന്നു, പന്നിക്കൂട്ടത്തെ അല്ല വേണ്ടത്, ദൈവം നൽകിയവനെ. We